കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ നിന്നുകൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇക്കുറി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റിലോട്ട് അടുക്കവേ ധനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അദ്ദേഹത്തിന് മുന്നിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർ, സ്വാഗതം. ഈ 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതടക്കം കേരളം ആവശ്യപ്പെട്ടതൊന്നും തന്നെയും അനുകൂലമായ സമീപനം ഉണ്ടായില്ല കേന്ദ്രത്തിൽ നിന്ന്. ഇത് ബജറ്റിന് ഏതെങ്കിലും രീതിയിൽ ഒരു വെല്ലുവിളിയായി മാറും? നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് 14 പോയിൻറ്റുകൾ കൊടുത്തെങ്കിലും വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് 24,000 കോടി എന്ന് പറയുന്നത് വെറുതെ നമ്മളങ്ങ് ആവശ്യപ്പെട്ടതല്ല. ഞങ്ങൾക്ക് 24,000 കോടി വേണം, അങ്ങനല്ല. ഈ 24,000 കോടി എന്ന് പറയുന്ന കണക്കിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതും വെട്ടിക്കുറച്ചതുമായ തുകയുടെ ഒരു ഭാഗമാണ്. ഇത് തന്നില്ലെങ്കിൽ വാസ്തവത്തിൽ ഞങ്ങൾ നേരത്തെ 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തും GST വരുന്നതിന് മുമ്പും ഞങ്ങൾക്ക് സാധാരണഗതി കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും വലിയ കുറവ് വന്നു. ആ കുറവിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് 24,000 ചോദിച്ചത്. അപ്പോൾ ഒരു ലോജിക്കുണ്ട്, റീസണിംഗ് ഉണ്ട്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും ഉണ്ട്. പക്ഷേ അത് തന്നില്ല. രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ടത് ഈ വയനാട് പോലെയുള്ള ഏറ്റവും വലിയ ദുരന്തത്തിന് ഒരു സഹായം, അതും വന്നില്ല. പക്ഷേ അത് വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പണം നമ്മൾ വീണ്ടും അഡീഷണലായിട്ട് പണം കണ്ടെത്തേണ്ട ബാധ്യത വരും. പിന്നീട് വിഴിഞ്ഞത്തിന് നമ്മളൊരു പ്രത്യേക പാക്കേജ് ചോദിച്ചു. വിഴിഞ്ഞത്തിന് പ്രത്യേക പാക്കേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ വിഴിഞ്ഞം, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പോർട്ടാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു കാര്യത്തിന് വന്നില്ല. പിന്നെ നമ്മുടെ പ്രവാസികളുടെ റബ്ബർ മേഖലയിലെ കാർഷിക പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനോടൊപ്പം നമ്മൾ നാഷണൽ ഹൈവേക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ NHAIക്ക് അവർ ടോൾ മേടിച്ച് പിരിക്കുന്നതിനുമുള്ള പണം ഉൾപ്പെടെ നമ്മൾ കടമെടുത്ത് കൊടുത്തു. ഇതൊക്കെ ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതേ ബുദ്ധിമുട്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിൽ. കിഫ്ബി നേരത്തെ എടുത്തുകൊണ്ടിരുന്ന പണം മുഴുവനും നമ്മുടെ കടപരിധി കുറച്ച് നമുക്ക് കിട്ടേണ്ട പണം കൂടി വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നേരിട്ടിട്ട് നമ്മൾ പുറകോട്ട് പോയില്ല, ട്രഷറി അടച്ചില്ല, ശമ്പളം കൊടുക്കില്ല എന്ന് പലപ്പോഴും പത്രവാർത്തകളും പൊതുപ്രസ്താവനകളെല്ലാം വന്നിട്ടും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. എന്ന് മാത്രമല്ല, സാമ്പത്തിക ചെലവിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ടാണ്. നേരത്തെ 1,10,000-15,000 ഇടയ്ക്ക് കോടി രൂപയാണ് ഒരു വർഷം തൊട്ട് മുമ്പത്തെ സർക്കാർ, അതായത് 1ാം പിണറായി സർക്കാർ വർഷം ചിലവാക്കിയത്. അത് ഏറ്റവും കൂടുതൽ ചിലവാണ് അന്ന് ഉണ്ടായത്. അന്ന് കുറച്ചുകൂടി നമുക്ക് സാമ്പത്തിക സോഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വെട്ടിക്കുറച്ചിട്ട് ഇപ്പം നമ്മൾ 1,60,000 കോടിയിലധികം ചിലവാക്കുന്നുണ്ട്. ഇത്രയും വെട്ടിക്കുറവ് വന്നിട്ട് അത് ചെയ്തത് നമ്മുടെ റവന്യൂ വർദ്ധിപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ വരുമാനം നല്ല തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് ടാക്സൊന്നും പുതുതായിട്ട് ഈടാക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ ഉള്ളതിനെ എഫിഷ്യൻ്റായിട്ടും സാമ്പത്തിക രംഗത്തെ ചലിപ്പിച്ചും നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥിതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതി തന്നെ തുടർന്ന് കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും കൂടുതൽ സാധാരണ ആളുകൾക്കും എല്ലാം കൂടുതൽ തൊഴിലവസരം കിട്ടുന്ന വികസന പ്രവർത്തനങ്ങളും ഉണ്ടാവും. ഈ ബജറ്റിൽ എല്ലാവരും ഒക്കെ നോക്കുന്നത് വയനാട് പുനരധിവാസത്തിന് എത്രത്തോളം എങ്ങനെയായിരിക്കും അതിനുവേണ്ടി തുക കണ്ടെത്തുക, ബജറ്റിൽ എങ്ങനെ തുക നീക്കി വെക്കും, ഇതൊരു വലിയൊരു ആകാംക്ഷയാണ് എല്ലാവരിലും ഉണ്ടാക്കുന്നത്. അതിനത് ഏതെങ്കിലും രീതിയിൽ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കേന്ദ്രത്തിൽ നിന്നുള്ളൊരു സാമ്പത്തിക സഹായം ലഭ്യമാകാതെ വരുന്നൊരു സാഹചര്യത്തിൽ വയനാട് എന്തായാലും നമുക്ക് പുനഃസൃഷ്ടിച്ചേ പറ്റുള്ളൂ. അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിച്ചേ പറ്റുള്ളൂ. പ്രകൃതിക്ക് പറ്റിയ തരത്തിലുള്ള പുനരധിവാസ രീതി കൊണ്ടുവന്നേ പറ്റൂ. നമ്മുടെ ടൂറിസം ഉണ്ടായിരുന്ന സ്ഥലമായിട്ട് അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമൊക്കെ ആയിട്ട് അതിന് പോകണം. കേന്ദ്രം തരേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആവശ്യമായ എല്ലാ നിയമപരമായ ഭൂമി കിട്ടുന്നതിൻ്റെ ഒരു തടസ്സമുണ്ട്. നിയമപരമായ കോടതിയിലൊക്കെ കേസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ തീർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും, അത് പൂർത്തീകരിക്കും, അതിനുള്ള പണം കണ്ടെത്തും. ഇതിൽ ഏറ്റവും വലിയൊരു ക്ഷേമ കാര്യങ്ങൾ, അതായത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അതിനകത്ത് ഇപ്പോൾ കുടിശ്ശിക, അതിനകത്ത് നമുക്കറിയാം പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയൊക്കെ രൂപീകരണമൊക്കെയാണ് പൊതുകടത്തിൽ ഉൾപ്പെടുത്തി വലിയ രീതിയിൽ സംസ്ഥാനത്തെ ഒരു കടക്കണിയിലേക്കൊക്കെ ഉണ്ടാകാനുള്ള കേന്ദ്രത്തിൻ്റെ നയങ്ങളിൽ വന്നൊരു മാറ്റമാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വാഭാവികമായും പല കോണുകളിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമാണ്, ഏതെങ്കിലും രീതിയിലൊരു പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷനിലോ എവിടെയെങ്കിലും ഒരു പ്രത്യേക ശ്രദ്ധയോ ഊന്നലോ ഒക്കെ നൽകാനുള്ള സാധ്യതയുണ്ടോ? സാമൂഹ്യക്ഷേമ പെൻഷൻ അതിപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി. നമുക്ക് ഇടക്കാലത്ത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുറച്ച് കുടിശ്ശിക വന്നിരുന്നു. അത് നമ്മൾ മുഴുവൻ കൊടുത്തു തീർക്കും. 5 മാസത്തെ കുടിശ്ശികയാണ് കഴിഞ്ഞ വർഷം ആദ്യം നിയമസഭയിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ റൂൾ 300 അനുസരിച്ച് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ അത് മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് 2 മാസത്തെ കൊടുത്തു കഴിഞ്ഞു. ഇനി 3 മാസത്തേയും കൂടി കുടിശ്ശികയുണ്ട്. അതിപ്പോൾ അടുത്ത വർഷം കൊടുത്തു തീർക്കും, യാതൊരു ബുദ്ധിമുട്ടില്ല. അത് കൊടുത്തു തീർക്കും. 3,000 കോടിയും കൂടി വേണം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കൊടുത്തു തീർക്കുകയും അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയും ചെയ്യുകയാണ്. ഇപ്പം മാസം തോറും കൃത്യമായിട്ട് ആ പറഞ്ഞ സമയത്ത് ആ തുക എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി.
അത് എത്തിക്കും. ബാക്കി കാര്യങ്ങൾ തുടർന്ന് നോക്കും. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഇത് കൂടാതെ ധാരാളം ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്തെല്ലാം നമ്മുടെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിപ്പിച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കാലാവസ്ഥ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാനത്ത്. ഇപ്പോൾ 2018 മുതൽ നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു ആവർത്തനം. അതുകൊണ്ട് ഈ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നേരിടാനൊരു നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ്. സംസ്ഥാന ബജറ്റിൽ അതിനായി പ്രത്യേക പാക്കേജോ, പ്രത്യേകിച്ച് വയനാട് പുനരധിവാസമോ ഒക്കെ എന്നുള്ളൊരു സാഹചര്യത്തിൽ പ്രത്യേക പാക്കേജ് ഇതിൻ്റെ ഒന്ന് മുൻകൂട്ടി അങ്ങനെ ഏതെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്? നമുക്ക് ഈ ഏത് ദുരന്തം വന്നാലും നമ്മളതിനെ നേരിടുന്നതിന് സമാന്തിക്കുന്നില്ല. കാരണം ഞാൻ മറ്റ് സ്റ്റേറ്റുകളെയും മറ്റ് പ്രദേശങ്ങളെയും ഒന്നും കമ്പയർ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ ദുരന്ത പ്രതിരോധ സംവിധാനം ചിലത് നമുക്ക് മുൻകൂട്ടി കാണുന്നതിനുള്ള ഇപ്പോഴും നമ്മുടെ മനുഷ്യന് അതിനെപ്പറ്റി അറിവില്ല. ഇപ്പം നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ലോസ് ആഞ്ചലസിലെ കാട്ടുതീ ഇപ്പോൾ വന്നല്ലോ. വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് വീടുകൾ കത്തി നശിച്ചു, ലക്ഷക്കണക്കിന് ഏക്കർ പിന്നെ വൃക്ഷങ്ങളും പിന്നെ മൃഗങ്ങളും ഒക്കെ ചത്തും അലച്ചു. ഇതൊക്കെ ഉണ്ടായതുപോലും കണ്ടെത്താൻ പറ്റുന്നില്ല. പ്രകൃതി മനുഷ്യന് നിസ്സഹായാവസ്ഥയുണ്ട് ചില കാര്യങ്ങൾ. പക്ഷേ കുറേ കാര്യങ്ങൾ മുൻകൂട്ടി കാണാം. അതനുസരിച്ച് കാര്യങ്ങൾ അതിനൊരു പ്രിപ്പയർഡ്നെസ് മുൻകൂട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊരിക്കലും നമ്മുടെ ഫണ്ട് തടസ്സമായിട്ടില്ല. ഇപ്പോൾ ഈ വയനാടുണ്ടായി ഏതാനും മണിക്കൂറിനകത്ത് അവിടെ എല്ലാ സംവിധാനവും ചെന്നു. അപ്പുറത്തേക്ക് എത്താൻ പറ്റാത്തടത്ത് ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടി വന്നു. അത് മിലിറ്ററിയുടെ സഹായം നമുക്ക് കിട്ടി. ആർമി എല്ലാം വന്നു. ബെയിലി പാലം വളരെ ചെറിയ സമയത്തിനകത്ത് ഉണ്ടാക്കി. അത് നിങ്ങളെല്ലാം അവിടെ പോവുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അതൊരു തടസ്സം ആവില്ല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സമൂഹമുണ്ട്, ഗവൺമെൻറ് മാത്രമല്ല. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവം ഒരു അവസരം വരുമ്പം ഗവൺമെൻറ് പ്ലസ് എൻ്റയർ സൊസൈറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളപ്പൊക്കം വന്നു. കൊല്ലത്തന്ന് ഞങ്ങൾ കൊല്ലത്തുനിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടുകൂടി ഞങ്ങൾ കൊല്ലത്തെ പാർട്ടിക്കാരും ജനങ്ങളും എല്ലാം മുന്നിട്ടിറങ്ങി. അവിടുന്ന് നേരെ ബോട്ടുകൾ പിന്നെ നേരെ ലോറി കയറ്റി മണിക്കൂറുകൾക്കകം അവിടെ എത്തിയില്ലേ. അപ്പോൾ ഇത് കേരളത്തിനൊരു കൾച്ചറാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുന്നില്ല. പക്ഷേ കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് ഒരു തടസ്സം വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരില്ല. കൂടുതൽ അക്കാര്യത്തിൽ ശ്രദ്ധിച്ച് മുൻകൂട്ടി ഈ കാര്യങ്ങൾ കണ്ടെത്താനും സ്ഥിരമായി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റുന്ന ചില ഈ ഇത്തരം ക്ലൈമറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെയുള്ള പദ്ധതികളുണ്ടാവും. കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും ചെറിയൊരു അതൃപ്തി അല്ലെങ്കിൽ അസ്വാരസ്യമൊക്കെ ഉണ്ടായതാണ് ഈ ഭക്ഷ്യവകുപ്പിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പൊതുവിതരണ സംവിധാനത്തിൽ വേണ്ടത്ര ശ്രദ്ധ എവിടെയൊക്കെ ഒരു അവഗണന ഉണ്ടായെന്ന്. ഇപ്പോഴും അവരുടെ സമരവും പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ കെട്ടടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ ആ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഭക്ഷ്യവകുപ്പിൽ ഒരു പ്രത്യേകമായ ഊന്നൽ നൽകുകയോ അങ്ങനെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പാക്കേജുകളോ ഉണ്ടാകും? അല്ല, കഴിഞ്ഞ തവണ ചെറിയൊരു വാർത്ത ആ സമയത്ത് വരുന്നത് തെറ്റിദ്ധാരണ വന്നു. കാരണം നമ്മൾ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഈ പല ഹെഡുകളിലാണ് പണം കിടക്കുന്നത്. ഇപ്പോൾ പ്ലാനിൽ കുറച്ചുണ്ടാവും. പ്ലാനിൽ വളരെ ചെറിയ തുകയേ ഉണ്ടാവുള്ളൂ. ഇത് നോൺ പ്ലാനാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാനിലല്ലാതെ തന്നെ സ്ഥിരമായി കൊടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റിവെക്കുന്നൊരു ഏരിയ തന്നെയാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ പഴയ ഗവൺമെൻറ്റിൻ്റെ ഒരു വകുപ്പിൻ്റെ കടമൊന്നുമല്ല, ഈ സഹകരണ ബാങ്കിൽ കൊടുക്കാനുള്ള തുക ഉണ്ടായിരുന്നു. 1400 കോടിയാണ് കൊടുത്തു തീർത്തത്. ബഡ്ജറ്റിലൊന്നും അത് വരില്ല. ഈ 1500 കോടി എന്ന് പറഞ്ഞാൽ പഴയ കടമാണ്. അപ്പോൾ ഇങ്ങനെ KTDSC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതിനും എത്ര 250 കോടി പഴയ കടം കിടന്നു. അവസാനം അതിന് പ്രതിസന്ധി എന്ന നിലയിൽ റിസർവ് ബാങ്കിൻ്റെ നോട്ടീസൊക്കെ വന്ന സാധനമുണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുത്തു തീർത്തു. അപ്പോൾ ഇങ്ങനെ വല്ലതും കൊടുത്തു തീർക്കുന്നത് ഉൾപ്പെടെയുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഈ നെല്ലിൻ്റെ കാര്യത്തിനകത്തൊക്കെ നമുക്ക് 1000-ലധികം കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഏറ്റവും വലിയ പ്രയോറിറ്റി ഉണ്ടാവും ഗവൺമെൻറ്റിൻ്റെ. അതറിഞ്ഞാൽ മതി. പക്ഷേ പ്ലാൻ ഫണ്ട്, അത് പ്ലാൻ സൈസ് ഓരോ വർഷവും കുറയുന്നു, പ്ലാൻ സൈസ് വർദ്ധിക്കുന്നില്ല എന്ന് എപ്പോഴും ആക്ഷേപം കേൾക്കുന്നതാണ്. ഇക്കുറി അതിൽ ഏതെങ്കിലും രീതിയിലൊരു നടപടി ഉണ്ടാകുമോ? പ്ലാൻ സൈസും നമ്മുടെ മൂലധന ചെലവും യഥാർത്ഥത്തിൽ കുറയുന്നില്ല. ചില സമയത്ത് ഇപ്പോൾ ഈ വലിയൊരു ഫിസിക്കൽ ക്രൈസിസ് വന്ന സമയത്ത് ചില അറേഞ്ച്മെൻറ്റ് ചില സമയത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രോത്ത് അല്ലാതെ പുറകോട്ട് പോവില്ല. അതല്ല ഞാൻ പറയുന്നത്, പറച്ചിലല്ല. നിങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴേ എനിക്ക് കണക്കുകൾ പറയാൻ പറ്റുള്ളൂ. പ്രഖ്യാപനങ്ങളാണെങ്കിൽ ഞാൻ പ്രഖ്യാപിച്ചതാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ നിങ്ങൾ ആക്ച്വൽസ് നോക്കിയാലല്ലേ യഥാർത്ഥത്തിൽ ചിലവായത് അറിയൂ. ആക്ച്വൽസ് നോക്കുമ്പോഴും മനസ്സിലാവും കഴിഞ്ഞ വർഷം ചിലവാക്കിയത് എത്ര, അതിനു മുമ്പത്തെ വർഷം ചിലവാക്കിയത് എത്ര, ഈ വർഷം ചിലവാക്കുന്നത് ആക്ച്വലി ആവാവുന്ന റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്. ഇങ്ങനെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുന്നോട്ടല്ലാതെ പുറകോട്ട് പോകുന്നില്ല. അതേ ഞാൻ പറഞ്ഞത്, ഇവിടെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നത് ഫ്ലഡും മറ്റു കാര്യങ്ങളും കോവിഡും എല്ലാം വന്നപ്പോൾ 5% വരെ ലോൺ എടുക്കാനുള്ള അവകാശം കൂടെ ഉണ്ടായിരുന്നൊരു ഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ ചിലവാക്കിയത് 1,10,000-നും 15,000-നും അടയ്ക്കാനുള്ള ഒരു വർഷം ഞാൻ പറഞ്ഞല്ലോ. അതിനേക്കാളും ഇത്രയും പ്രതിസന്ധി ഉള്ളപ്പോൾ നമ്മൾ 1,60,000 കോടിയിലധികം ചിലവാക്കുന്ന തരത്തിലേക്ക് ഈ ബുദ്ധിമുട്ടിനിടെ പോയി. അതൊരു ചെറിയ കാര്യമല്ല.
പക്ഷേ ഈ വലിയ സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ചെലവ് ചുരുക്കൽ, അനാവശ്യമായ ചെലവുകൾ വെട്ടിച്ചുരുക്കുക, അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം? ആ പ്രഖ്യാപനങ്ങൾ. ചെലവ് ചുരുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് തുടരുന്നുണ്ട്. ഉദാഹരണം, വാഹനം വാങ്ങുന്നതിന് 10 ലക്ഷം രൂപയിൽ മേലുള്ള വാഹനങ്ങൾക്ക് വളരെ വലിയ നിയന്ത്രണമാണ്. ആ വാഹനങ്ങൾ തന്നെ വാങ്ങുന്നതിന് പല സ്കൂട്ടണിയുണ്ട്. സാധനങ്ങൾ വാങ്ങുന്നതിന് ചില ആവശ്യത്തിന് വേണം. ഇപ്പോൾ തന്നെ വളരെയേറെ വാഹനങ്ങൾ കണ്ടം ചെയ്യേണ്ടി വരും. നമുക്ക് വാഹനമില്ലാതെ പറ്റുമോ? കാരണം 15 വർഷത്തിൻ്റെ ഒരു നിയമം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ളത് ചിലവാക്കേണ്ടി വരും. പോലീസിനും ഫയർഫോഴ്സിനും റവന്യൂ ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആശുപത്രിക്കൊക്കെ വേണ്ടത് മേടിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലുള്ള ആവശ്യങ്ങളെല്ലാം വാങ്ങുകയും വേണം. എന്നാൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുന്നത് നിയന്ത്രിക്കുന്നതിന് ഇപ്പം തന്നെ ചില ഓർഡേഴ്സ് ഉണ്ട്. ഇനി അത് തന്നെ തുടരും. അതിനുള്ള ഓരോ മേഖലയെ സംബന്ധിച്ചും ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഞങ്ങൾ പ്ലാനിൽ ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം. വന്യജീവി ആക്രമണങ്ങൾ വലിയ രീതിയിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നു. അത് കേന്ദ്ര നിയമങ്ങൾ ഏറെക്കുറെ തടസ്സം തന്നെയാണ്. ഈ ഇതിൽ വന്യജീവി ആക്രമണങ്ങൾ, ഈ വന്യജീവി മേഖലയിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രത്യേക പാക്കേജുകളോ അത്തരം ഊന്നലുകളോ എന്തെങ്കിലും ഉണ്ടാകുമോ? കഴിഞ്ഞ 4 വർഷം എടുത്താൽ 4 വർഷം മുമ്പുള്ള വനം വകുപ്പിൻ്റെയും പ്രത്യേകിച്ച് വന്യജീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാട്ടിലേക്ക് ഇറങ്ങി കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, വന്യജീവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന. നേരത്തെ മനുഷ്യ വന്യജീവി സംഘർഷം എന്നാണ് പറയുന്നത്. ഇപ്പം പക്ഷേ മനുഷ്യൻ സംഘർഷം ഉണ്ടാക്കുമെന്ന് പൊതുവെ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും വേണ്ടി പല കാരണങ്ങൾ കൊണ്ട് വന്യജീവി വരുന്നു, പല റീസൺസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ പണം ധാരാളം മാറ്റി വെച്ചിട്ടുണ്ട്. മുമ്പ് 4 വർഷമൊക്കെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഈ നഷ്ടപരിഹാരം, മൃഗങ്ങൾ വന്നിട്ട് നാടിലെ കൃഷി നശിപ്പിക്കുന്നു, ആളുകളെ ആക്രമിക്കുന്നതിൻ്റെ നഷ്ടപരിഹാരം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കുടിശ്ശിക തീർത്തു. RRTകൾ, ഒരു സ്ഥലത്തൊരു കടുവ ഇറങ്ങി, ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പോകണം. അതിനുണ്ടായിരുന്ന സെൻറ്ററുകൾ ഇരട്ടിയാക്കി ഏകദേശം. അപ്പോൾ അതെല്ലാം ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണൂർ 50 കോടിയോളം രൂപ ചിലവിലാണ് അവിടെ ഒരു വലിയ ആദിവാസി മേഖലയിൽ നമ്മൾ ആനമതിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്ഥലം പണിഞ്ഞു കഴിഞ്ഞു. ആന ഏറ്റവും ബുദ്ധിയുള്ള ജീവിയായതുകൊണ്ട് അതിനകത്ത് നിൽക്കത്തില്ലല്ലോ. ഈ കടുവ വരുന്നതിന് നമുക്ക് എല്ലാം തടയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ വന നിയമത്തിനകത്ത് കാലോചിതമായ ചില പരിഷ്കാരങ്ങൾ വേണം. അത് ലോകത്തെ രാജ്യങ്ങളിൽ ചെയ്യുന്നത് നോക്കി ചെയ്താൽ മതി. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിയന്ത്രിതമായ കള്ളിങ് എന്നുവെച്ചാൽ താങ്ങാൻ പറ്റാത്തതിലധികം മൃഗങ്ങൾ വന്നാൽ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു നിയമം തന്നെയാണ്. നമ്മൾ ജനന നിയന്ത്രണം നടപ്പിലാക്കിയ ഒരു സമൂഹമാണ് ലോകത്തെ. മനുഷ്യൻ കുടുംബാസൂത്രണം നടപ്പിലാക്കിയതാണ്. മനുഷ്യന് കുടുംബാസൂത്രണം ആവാം, മൃഗങ്ങൾക്ക് കുടുംബാസൂത്രണം ആയിക്കൂടാ എന്ന് പറയുന്ന വനനിയമത്തിന് അത്ര സാധ്യത ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നിയമപരമായി ചെയ്യണം ആ കാര്യങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രായോഗികമായി ചെയ്യുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തണം, ലോകരാജ്യങ്ങളെ നോക്കണം, മനസ്സിലാക്കണം. എന്തായാലും എല്ലാ ആശംസകളും. ഈ ഞെരുക്കത്തിനിടയിലും ഒരു ബാലഗോപാൽ മാജിക് നമുക്ക് വെള്ളിയാഴ്ച പ്രതീക്ഷിക്കാം. എല്ലാ ആശംസകളും മിനിസ്റ്റർ. ക്യാമറാമാൻ സലലിനൊപ്പം അൻഫിലി ഡിസൂസ.